നമസ്കാരം. എഡ്യൂക്രാഫ്റ്റ്സ് ഇന്ത്യയുടെ ഒറിഗാമി വീഡിയോകളിലേക്ക് സ്വാഗതം. നീതിസാരത്തിൽ 3 തരത്തിലുള്ള ജീവികളെ പറ്റി പറയുന്നുണ്ട്. പന്നി, കാക്ക, അരയൻ. ഈ 3 ജീവികളുടെ ഭക്ഷണ രീതിയിലുള്ള പ്രത്യേകതകളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പന്നിയുടെ പ്രത്യേകത, അത് ഏറ്റവും ചീഞ്ഞതും അഴുകിയതുമായുള്ള ഭക്ഷണ സാധനമാണ് അതിന് കൂടുതൽ താല്പര്യം. കാക്കയാകട്ടെ ചീഞ്ഞതും അഴുകിയതും ഭക്ഷിക്കും, നല്ല ഭക്ഷണവും ഭക്ഷിക്കും. അരയന്നം എന്നത് നിധിസാരത്തിൽ പറയുന്ന അരയന്നം ഒരു മിത്തിക്കൽ അരയന്നമാണ്. രാജഹംസം എന്ന പേരിൽ പാലും വെള്ളവും ചേർന്ന ഒരു മിശ്രിതം ഈ അരയന്നത്തിന് കൊടുത്താൽ ആ മിശ്രിതത്തിൽ നിന്നും പാല് മാത്രം വേർതിരിച്ച് കഴിക്കാനായിട്ട് ഈ അരയന്നത്തിന് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മിൽ ഓരോരുത്തരിലും ഈ 3 തരം ജീവികളും ഒളിച്ചിരിപ്പുണ്ട്. ഒരാളെ അയാളുടെ കുറവുകൾ മാത്രം നോക്കി അയാളുടെ നന്മ അപ്പാടെ അവഗണിച്ചുകൊണ്ട് നാം വിലയിരുത്തുമ്പോൾ നാം പന്നിയുടെ തലത്തിലേക്ക് താഴുകയാണ്. നേരെ മറിച്ച് ഒരാളുടെ കുറവുകളും കാണുന്നു, അതോടൊപ്പം നന്മയും കാണുന്നു. നമ്മളുടെ പ്രതികരണത്തിൽ ഈ കുറവുകളുള്ള കാര്യവും പരിഗണിച്ചു, നന്മയുള്ള കാര്യവും പരിഗണിച്ചുകൊണ്ട് നമ്മൾ അയാളോട് പ്രതികരിക്കുമ്പോൾ നാം കാക്കയുടെ തലത്തിലാണ് ജീവിക്കുന്നത്. നേരെ മറിച്ച് ഒരാളുടെ കുറവുകളും കാണും, നന്മകളും കാണും. എന്നാൽ നാം അയാളോട് പ്രതികരിക്കുമ്പോൾ അയാളുടെ നന്മയോട് മാത്രം പ്രതികരിക്കും. അപ്പോൾ നാം രാജഹംസത്തിന്റെ തലത്തിലേക്ക് ഉയരുകയാണ്. നമുക്കെല്ലാവർക്കും രാജഹംസമാകാൻ സാധിച്ചില്ലെങ്കിൽ പന്നികളുടെ തലത്തേക്ക് താഴാതിരിക്കുവാൻ കഴിയും. അതാവട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. നാം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒറിഗാമി മോഡൽ അരയന്നമാണ്. ഇതാണ് അരയന്നം. അരയന്നം ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ടത് ഒരു വശത്ത് മാത്രം നിറമുള്ളതും മറുവശം വെളുത്തതുമായിട്ടുള്ള സമചതുരാകൃതിയിലുള്ള കടലാസ്. മിക്കവാറുമുള്ള ഒറിഗാമി മോഡലുകൾക്ക് 6 ഇഞ്ച് വലിപ്പമുള്ള കടലാസുകൾ ധാരാളമാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ സമചതുരാകൃതിയിലുള്ള കടലാസ് ഈ ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെക്കണം. സാധാരണ സമചതുരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഈ മോഡൽ ഉണ്ടാക്കാൻ സൗകര്യപ്പെടുന്നത് ഇങ്ങനെ നമുക്ക് വെക്കുക. അതിനുശേഷം ഈ വക്കിനെ നമുക്ക് നടുക്കിലേക്കാണ് മടക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ആദ്യമേ നമുക്ക് ഇതിന്റെ മധ്യഭാഗം കാണാം. മധ്യഭാഗം കാണുന്നതിന് ഈ മൂലയും തമ്മിൽ ഒരുമിച്ച് ചേർത്തൊന്ന് മടക്കുക. ഇങ്ങനെ ഈ 2 മൂലകൾ ഒരുമിച്ച് ചേർത്ത് മടക്കിയിട്ട് ഈ മടക്കുപാടിൽ നമ്മളൊന്ന് ചേർത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മടക്കുപാട് ലഭിക്കും. ഈ മടക്കുപാടിലേക്ക് ഈ വക്കിനെ നമ്മൾ മടക്കുക. ആദ്യമായിട്ട് ഈ വക്കിനെ എടുത്ത് ഈ മടക്കുപാടിലേക്ക് കൃത്യമായിട്ട് ചേർത്തിട്ടുപോലെ മടക്കുക. മറ്റത് കൃത്യമായിട്ട് ഇവിടെ ചേർന്നിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഈ വക്കിനെ ഈ മധ്യ വരയിലേക്ക് മടക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ കടലാസിനെ നമ്മൾ നേരെ തിരിച്ചു വെക്കണം. തിരിക്കുക പറഞ്ഞാൽ നേരെ മറിക്കുക. ഇപ്പം നമുക്ക് അഭിമുഖമായിരിക്കുന്ന ഭാഗം നേരെ അടിയിലേക്ക് പോകാം. നോക്കുക, ഇങ്ങനെ നമ്മൾ തിരിച്ചു വെക്കാം. അപ്പം നേരത്തെ നാം ഉണ്ടാക്കിയ മധ്യത്തിലുള്ള മടക്കുപാട് ഇപ്പോഴും നമുക്ക് വിസിബിൾ ആണ്. ഇവിടെ ഈ മടക്കുപാട് നമുക്ക് ഇപ്പോഴും വിസിബിൾ ആണ്. ഈ മടക്കുപാടിലേക്ക് നാം ഈ വക്കിനെ മടക്കണം. ശ്രദ്ധിച്ചു നോക്കുക. അതിങ്ങനെ മടക്കും. അതുപോലെ ഈ വക്കിനെ മധ്യത്തിലേക്ക് മടക്കുക.
ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിപ്പം ഇതിനെ നേരെ നമ്മളൊന്ന് തിരിക്കുകയാണ്, മറിക്കുകയല്ല തിരിക്കുകയാണ്. തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ, അതായത് ഇങ്ങനെയായിരുന്നു ഇരുന്നത്, ഇതിനെ നമ്മൾ ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റുന്നു. ഇനി ഈ മൂല, ഇതിന്റെ ഈ താഴെയുള്ള ഭാഗത്തെ നമ്മൾ ഇതിന്റെ മധ്യഭാഗം നമുക്ക് വേണം. അതിനുവേണ്ടി ഈ താഴെയുള്ള ഈ കൊടുത്തിരിക്കുന്ന മൂലയെ ആ മുകളിലുള്ള ഇതിനോട് ചേർത്ത് മടക്കും. ഇത് അവകാശം നിർത്തി ഇങ്ങനെ മടക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് അരയന്നത്തിന്റെ ചുണ്ടുണ്ടാക്കണം. അതിനുവേണ്ടി ഇവിടുന്ന് അതിന് കൃത്യമായൊരു നീളം പറയാൻ പറ്റില്ല, എങ്കിലും ഏകദേശം ഇവിടെ ഈ വെള്ള നിറമുള്ള ഭാഗം തുടങ്ങുന്നു, ഏകദേശം അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് ഒന്ന് മടക്കാൻ നോക്കുക. ഈ ഭാഗം മാത്രം എടുത്തിട്ട് നേരെ മടക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതിപ്പം ഇങ്ങനെയുള്ള ഭാഗം ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ ഇവിടെ ഈ ഒരു വര കാണുന്നുണ്ടല്ലോ, ഈ ഒരു മടക്കുപാട് ഈ മധ്യത്തിലൂടെ ഈ പാടിലൂടെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ മടക്കുക. ഒന്നും കൂടെ കാണിക്കാം. ഇത് ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ മടക്കി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ കാണാം. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് നമ്മൾ വലിക്കുക എന്നാണ്. ഈ ആദ്യ ഭാഗത്ത് നമ്മൾ വലിക്കുക. വലിക്കുമ്പോൾ ഇവിടെ ആകൃതിക്ക് അല്പം വ്യത്യാസം വരും. വലിച്ച് ഏകദേശം ഒരു വെർട്ടിക്കലാകുമ്പോൾ അത് 90 ഡിഗ്രി അടുത്ത് വരുമ്പോൾ നമ്മളത് നിർത്തുക. ഇനി ഈ ചുണ്ടിന്റെ ഭാഗത്ത്, ചുണ്ടിന്റെ ഇവിടെ ഈ ചുണ്ടിനെ മുകളിലേക്ക് വലിക്കുക. അത് വലിക്കുമ്പോഴും ഇവിടെ ചെറിയതായിട്ടൊന്ന് അമർത്തി അതിന്റെ ഷേപ്പ് വരുത്തേണ്ടി വരും. ഇത്ര ആയിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ അരയന്നം പൂർത്തിയായി കഴിഞ്ഞിരിക്കും. ഇതിന്റെ അടി ഒന്ന് നോർത്തി കഴിഞ്ഞാൽ അത് ഇവിടെ നിലത്തിങ്ങനെ ഇരിക്കുന്നു. കുറച്ചുകൂടെ ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം. എടുക്കുന്ന കടലാസിന്റെ വലുപ്പം അനുസരിച്ച് മോഡലിന്റെ വലുപ്പവും മാറും. നിങ്ങൾക്ക് ഈ മോഡൽ ഇഷ്ടപ്പെട്ടു കാണുന്നത് കരുതുന്നു. കൂടുതൽ മോഡലുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.